തായ്ലൻഡ് വന്ന് എന്തായാലും മസ്റ്റായിട്ട് കാണണം എന്ന് പറഞ്ഞ അൽക്കസർ ഷോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ എന്താ പരിപാടി എന്നുള്ള നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എന്തായാലും നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ അൽക്കസർ ഷോൻ്റെ വലിയൊരു ബോർഡ് വെച്ചിരിക്കുന്നത്, പണ്ട് കാലം തൊട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്ത് ഇവിടുത്തെ രാജ്ഞിയും പിന്നെ എന്ത് ഇവിടെ നമുക്ക് അൽക്കസർ എന്ന് എഴുതിയിട്ട് ഒരു ബിൽഡിങ്ങും എല്ലാം ഉള്ളിലാണ്, നമുക്ക് ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ പരിപാടി ഉള്ളത്. സോ അതേ നമുക്കങ്ങനെ നമ്മുടെ 4 ടിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്, സീറ്റ് നമ്പർ അടക്കം. പിന്നെ 6:20 ആകുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുള്ളൂ നമ്മുടെ ഷോവിനുള്ളത്. അപ്പോൾ അതുവരെ നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഷോ ചെയ്യുന്ന 3 പരിപാടികൾ ഇതാണ്. ട്രിനിറ്റി എന്ന് ഒക്കെ പറഞ്ഞിട്ട് ഈ 3 പരിപാടികളാണ്. പിന്നെ ഇതാണ് അൽക്കസർ ഷോൻ്റെ ഒരു അൽക്കസർ ഷോൻ്റെ തിയേറ്ററിലേക്ക് കയറിയിരിക്കണം ഗൈസ്. അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് നമുക്ക് ഈ ഷോയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ, ഇപ്പം നടക്കുന്നതല്ല മുമ്പ് നടന്നിട്ടുള്ള പരിപാടികളിലൊക്കെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. സോ ഇത്രയും വലിയൊരു ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഷോ നടക്കാൻ പോകുന്നത്. സോ ഇത് അങ്ങനെ കർട്ടൻ റീസ് ആയിട്ട് ക്രിസ്മസ് തീംഡ് ആയിട്ടുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി നിങ്ങൾ കണ്ടോ. ഗൈസ്, അപ്പോൾ അങ്ങനെ പരിപാടി കഴിഞ്ഞിട്ട് അവിടെ ഡാൻസേഴ്സ് ഓരോരുത്തർ ഓരോ കോസ്റ്റ്യൂമിലുള്ളവർ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പോയി ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷെ അതിനും പൈസയുണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് വരുമ്പോൾ ഇതൊരു ബീച്ച് റോഡാണ്. ബീച്ച് റോഡിൻ്റെ സൈഡിൽ കുറേ പബ്ബും കടകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ദിവസം എന്തായാലും നമ്മൾ നൈറ്റ് ഷോപ്പിങ്ങിനും നൈറ്റ് സ്ട്രീറ്റ് എക്സ്പ്ലോറിങ്ങിനൊക്കെ വേണ്ടി ഇറങ്ങുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പം നമ്മൾ അൽക്കസർ ഷോ കണ്ട് വന്നു. സോ തിരിച്ചു വന്ന വഴി നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ അൽക്കസർ ഷോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ തായ്ലൻഡിൽ വന്നാലും പട്ടായയിൽ എത്തി കഴിയുമ്പോൾ എല്ലാവരും പറയും അൽക്കസർ ഷോ മസ്റ്റ് വാച്ചാണ്, അൽക്കസർ ഷോ മസ്റ്റ് വാച്ചാണ്, വേൾഡ്സ് ബെസ്റ്റ് ആണ്, തേങ്ങയാണ് മാങ്ങ എന്നൊക്കെ പറയും. പക്ഷെ അത്രയ്ക്ക് പറയാൻ മാത്രം ഭയങ്കര സംഭവം ഒന്നല്ല. നിങ്ങൾ മസ്റ്റ് വാച്ചായിട്ട് കാണണമെന്നൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അത്രയ്ക്കുള്ള സംഭവം ഒന്നല്ല. നമുക്ക് ഇതൊരു 1 മണിക്കൂറിൻ്റെ ഷോ ആണ്. അതിൽ ഓരോ നമ്മൾ വരുന്ന ടൈമിങ്ങിനനുസരിച്ച് പല ടൈപ്പ് ഓഫ് ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. പല ടീമുകളായിരിക്കും വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാറി വരും. ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് സീസണിൽ വന്നതുകൊണ്ട് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും അതിനുശേഷം ബാക്കി 3 ടീമുകളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 1 മണിക്കൂർ ഭയങ്കര ലെങ്തിയാണ്, ബോറടിച്ച് ലാഗടിച്ച് നിൽക്കും. നമ്മളൊരു അരമണിക്കൂറൊക്കെ ആണെങ്കിൽ ഇത് അടിപൊളി സെറ്റപ്പായിരുന്നു. പക്ഷേ ഇത് ഒരു 1 മണിക്കൂർ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ലാഗിങ് ആയിട്ട് തോന്നിയിരുന്നു. എന്ന് വെച്ചാൽ ഡാൻസിൻ്റെ പ്രശ്നമല്ല, നമുക്ക് ആ ഒരു ടൈമിങ്ങിൻ്റെ പ്രശ്നമായിട്ടാണ് തോന്നിയത്. സോ ഇതൊരു മസ്റ്റ് വാച്ചാന്ന് പറയുന്നതിൻ്റെ സംഭവം ഇല്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഡാൻസ് ഫോംസ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാം. പിന്നെ 1 മണിക്കൂർ നിങ്ങൾ ജസ്റ്റ് വെറുതെ ഇത് മാത്രം കണ്ടിട്ട് പോകും. നിങ്ങൾക്ക് വേറെ എക്സ്പ്ലോർ ചെയ്യാൻ ടൈം കിട്ടില്ല. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു സജഷൻ. എന്തായാലും മസ്റ്റ് വാച്ച് എന്നുള്ള സംഭവമൊന്നും ഇതിന് ഇല്ല. സോ ഇതാണ് ഞങ്ങളുടെ അൽക്കസർ ഷോനെ കുറിച്ചുള്ള ഞങ്ങളുടെ ഒരു ചെറിയൊരു റിവ്യൂ. സോ ഇത്രയും നമ്മുടെ ഇന്നത്തെ വിടും. നാളെ അടിപൊളി വ്ളോഗായിരുന്നു. എല്ലാവർക്കും